എല്ലാവരും ചേർന്ന് കഴിഞ്ഞ 5-ാം തീയതി മുതൽ 5-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ ഞങ്ങളോടൊപ്പമാണ്. ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചു, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ. അവരോട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞ് ആദ്യം കുറേ ദുഃഖം, അത് തിരിച്ചു കിട്ടുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോൾ 13-ാം തീയതി 12-ാം തീയതി 5-ാം തീയതി നടന്ന അപകടത്തിന് ശേഷം 12-ാം തീയതി ബ്രെയിൻ ഡെത്ത് ഏതാണ്ട് പോസിറ്റീവ് അല്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം മകൻ എന്നോട് ചോദിക്കുന്നു, നമുക്ക് ഇങ്ങനെ ചെയ്താലോ? അങ്ങനെ തന്നെ ആകട്ടെ എന്ന ഒറ്റ വാക്കാണ് മറുപടിയായി, ഒരാലോചനയുമില്ലാതെ മറുപടിയായി പറഞ്ഞത്. മറുപടി പറഞ്ഞതിന് മിനിറ്റുകൾക്കാവും അവൻ്റെ വില്ലിങ്നെസ് ആശുപത്രി അധികൃതരെ, ഞങ്ങളുടെ വില്ലിങ്നെസ് ആശുപത്രി അധികൃതരെ അറിയിക്കുക. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു എന്ന് പലരെ വിളിച്ചു പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം സ്റ്റേറ്റിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന നേതൃത്വം, ഗവൺമെൻറ് ഇടപെട്ട് തന്നെ ചെയ്തു. രാത്രിയിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കി ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചു. പിറ്റേ ദിവസം രാവിലെ മുറ്റം നിറയെ ചാനൽ പ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ നിങ്ങളോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ദുഃഖമില്ല? ഞാൻ അവരോട് പറഞ്ഞത്, ദുഃഖമുണ്ട്, പക്ഷെ എൻ്റെ മക്കളുടെ തീരുമാനത്തിനൊപ്പം നിന്നതിനുള്ള സന്തോഷം. ഞങ്ങളുടെ കുഞ്ഞു പോയി, 5 കൊച്ചുമക്കൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അച്ഛനോടെ സൂചിപ്പിച്ചു, ഞാൻ നന്ദി പറയാനാണ്. അച്ഛനോട് ഇന്നലെ ഞാൻ പറഞ്ഞു, നന്ദി പറയുന്നില്ല. നന്ദി ഞാനല്ല പറയേണ്ടത്, ഞങ്ങളല്ല പറയുന്നത്. വേറൊരു കോൺടെക്സ്റ്റിലാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഒട്ടനവധി സമ്മർദ്ദങ്ങൾ വന്നു. നന്ദി പറഞ്ഞില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം നന്ദി പറയണമെന്ന് ഞാൻ ഒന്നുകൂടി ആലോചിച്ചു. നന്ദി പറയുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തത് മകനുമായിട്ടുള്ള ആലോചനയിലാണ്. അവൻ എന്നോട് ചോദിച്ചു, നന്ദി പറയണം, ആരെയും വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രം. അതിൻ്റെ ആശയം എനിക്ക് പിടിക്കും, ഞങ്ങൾക്ക് പിടിക്കും. ഞങ്ങളോടൊപ്പം ആരും പിരിയാത്ത മുട്ടിനകത്താണ് ഇവിടെ കിടക്കുന്നത്. പിരിയാത്ത മുട്ട്. ഞങ്ങളോടൊപ്പം 20 മാസമുണ്ട്. 10 മാസം ഉദരത്തിൽ, 10 മാസം പുറത്ത്. പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ സഹായ സഹകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ആവശ്യമായ ദൗത്യമാണ് ഞങ്ങളുടെ കുഞ്ഞ് നിർവഹിച്ചതെന്ന് ഞാൻ ഗുരുവായൂർ മുതൽ അവളിൽ നിക്ഷിപ്തമായിരുന്നത് ഇതായിരുന്നു. അത് ഇവിടെ സാധ്യമായി. അവളത് സാധ്യമാക്കിയതുകൊണ്ട് നന്ദി പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായി നന്ദി പറയാൻ ഇല്ല എന്ന് പറയുന്നില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. മകന് ഒരു നന്ദി ആരോടും പറയുന്നില്ല, കുഞ്ഞ് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അനവധി ചിന്തകൾ മനസ്സിൽ വന്നു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടെ എന്നാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. നോക്കാം. പക്ഷെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവം ഉപയോഗപ്പെടുത്തി എന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാൻ. ഇവിടെ ആരോടൊക്കെ നന്ദി പറയണം എന്ന് ചിന്ത വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രതിനിധിയായ
ബഹുമാന്യ സുരേഷ് ഗോപി സാർ ഉൾപ്പെടെ ഇവിടെ പങ്കെടുത്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധിയായി CM പല പ്രാവശ്യം വിളിച്ചു. മന്ത്രിസഭയിലെ ആൾക്കാരൊക്കെ തന്നെ വിളിച്ചു, പങ്കെടുത്തു. മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തു. വൈദികര്, ഇടവചനങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സ്നേഹിതർ, ഇവരോടൊക്കെ കുഞ്ഞിന് നന്ദിയുണ്ട് എന്ന് മാത്രം ഞാൻ പറയും. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നത് നല്ലത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത്.